കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം സെപ്റ്റംബർ 2-ന് ചേരും. രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് യോഗം വിളിച്ച് ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഷീജയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷീജ, വീണ്ടും ഇതാ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതാ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ് ഇത്തരത്തിലൊരു യോഗം വിളിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സിൻഡിക്കേറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഇതിന് എതിര് നിൽക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, നിലവിലേതായാലും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിരിക്കുന്നത് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ്. മിനി കാപ്പൻ നിലവിൽ രജിസ്ട്രാറുടെ സ്ഥാനത്തല്ല, രജിസ്ട്രാർ ഇൻചാർജായി VC നിയമിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ നിയമപരമായിട്ടുള്ള അർഹത ഉണ്ടാവുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ മിനി കാപ്പൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ചും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ ആവശ്യമായി തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്നു. 2 തവണ VCക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷെ VC യോഗം വിളിക്കാൻ കൂട്ടാക്കാത്തൊരു സാഹചര്യമൊക്കെ ആയിരുന്നു. നിയമപരമായ രീതിയിൽ കോടതിയിൽ പോകുന്നതടക്കം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള തീരുമാനം അത് ഔദ്യോഗികമായി അറിയിപ്പ് നൽകിയിരിക്കുന്നത് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനാണ്. അത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതെ, തീർച്ചയായും ഷീജ, എന്തായാലും ഈ യോഗത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്തൊരു ചോദ്യം വരുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അനിൽകുമാർ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കാതെ ഈ മിനി കാപ്പൻ എന്ന് പറയുന്ന താൽക്കാലിക അല്ലെങ്കിൽ ഈ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പന് കാര്യങ്ങൾ VC ഏൽപ്പിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബഹിഷ്കരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമാണ്. അതിന്റെ സമയം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടികളുടെ ഭാവിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർ നീങ്ങുകയില്ല. മറിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ പ്രതിഷേധം കൃത്യമായ രീതിയിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് രജിസ്ട്രാർ KS അനിൽകുമാർ ആകുമോ, അല്ലെങ്കിൽ ഈ രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പൻ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം അതിൽ കൂടി ഒരു വ്യക്തത വരുന്ന മുറയ്ക്കായിരിക്കും അതിലുള്ള പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിക്കുക. ഭദ്ര.